എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ME ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മട്ടന്നൂർ മേഖലയിലുണ്ടാകുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള അപകടം സംബന്ധിച്ചാണ്. സാധാരണ രീതിയിലുള്ളൊരു അപകടം എന്ന് പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ നമുക്ക് റോഡിന് അപ്പുറത്തേക്ക് കടന്നിട്ടുള്ള അപകടങ്ങളാണ് ഈ സമീപ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ മട്ടന്നൂരിലെ ടാക്സി ഡ്രൈവർമാരായിട്ടുള്ള ആളുകളുണ്ട്. ഒപ്പം തന്നെ ഓർമ്മൻ ആച്ചിയുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഈ അപകടത്തെ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ റോഡിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അപേക്ഷിച്ചിട്ട് മുൻകാലങ്ങളുള്ളതുപോലെയല്ല ഇപ്പോൾ. വാഹനത്തിരക്ക് കൂടുക. ഇപ്പോൾ മട്ടന്നൂർ ടൗണിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പഴയ മട്ടന്നൂർ, ഇപ്പോഴത്തെ മട്ടന്നൂർ, ഇപ്പോൾ മട്ടന്നൂർ എയർപോർട്ട് ജംഗ്ഷൻ, അതുപോലെ മട്ടന്നൂർ ടൗൺ ജംഗ്ഷൻ, ഒന്ന് ബിസിനസ് അതുപോലെ വ്യാപാര സമുച്ചയങ്ങളൊക്കെ കൂടുതലായിട്ട് ഉള്ളൊരു മേഖലയാണ് ഈ മട്ടന്നൂർ മേഖല. ഈ മട്ടന്നൂർ മേഖലയിലേക്ക് ഇപ്പോൾ ഒരു വീട്ടിൽ 1ഉം 2ഉം കാറൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ. ഒരു വലിയ വാഹനം ഉപയോഗിക്കുന്ന നമുക്കൊരു അഭിപ്രായം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കാറുകളിലേക്ക് പോകാതെ ഒരു ബൈക്കിലേക്ക് പോകുന്നുണ്ട് തന്നെ ബൈക്കുകാർ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൈക്ക് ഡ്രൈവ് ചെയ്യുന്ന പോകുന്നത് ഒന്ന്, ഇപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതുപോലെ പകുതി ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള യാത്ര. അതുപോലെ ഒരു വലിയ വാഹനം പാസ് ചെയ്തുകൊണ്ട് നമ്മളെ നാടിനെ സംബന്ധിച്ചുള്ള റോഡിനെ അപേക്ഷിച്ചിട്ട് ഒരു റോഡിൻ്റെ പകുതി ഭാഗം ഒരു വലിയ വാഹനത്തിന് വേണ്ടി വരും. അപ്പോൾ ഈ ബൈക്കുകാർ പോകുന്നത് അധികം ചിലപ്പം പല ചിന്തകളും കൊണ്ട് പോകുന്നവരായിരിക്കാം. വാഹനം ഇടതുവശം ചേർന്ന് പോകുക എന്നുള്ളത് ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, വാഹനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിനകത്ത് കിടക്കുന്ന ഒരു കാര്യമാണ് ഇടതുവശം ചേർന്ന് പോകുക എന്നുള്ളത്. ഇപ്പോൾ ശരിക്കും ഒരു ബസ്സിന് പോകാനുള്ള സ്ഥലമല്ല ഒരു ബൈക്കിന് വേണ്ടത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൈക്ക് എപ്പോഴും പോകുന്നത് റോഡിന് സെൻറ്റർ പോകാൻ പിടിച്ചിട്ടായി പോകുന്നത്. കൂടുതൽ എക്സ്പീരിയൻസ് കുറവാണ്. കാരണം ഇപ്പം ഓഫറുകൾ വരുന്തോറും ഇങ്ങനെ ബൈക്കുകൾ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവണത കൂടുതൽ. ഒരു കുടുംബത്തിൽ അച്ഛനും അല്ലെങ്കിൽ ഉപ്പാക്കും മോക്കും ഭാര്യയ്ക്കൊക്കെ ബൈക്ക്, അല്ല അച്ഛനും മോയ്ക്കും ഉപ്പാക്കും മോയ്ക്കും കാറ്. ഇതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഡ്രൈവിങ്ങിനെ കുറിച്ചിട്ടുള്ള അവർക്കുള്ള ഒരു ബോധം, അതായത് എങ്ങനെ ഡ്രൈവ് ചെയ്യുക. കാരണം നമുക്ക് സ്റ്റിയറിംഗ് പിടിച്ച് ബ്രേക്ക് ചവിട്ടിയ വാഹനം നിൽക്കും, ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി മുന്നോട്ട് പോകുന്നുള്ള ഒരു ചിന്താഗതി. പക്ഷെ അതല്ല, എങ്ങനെ പോകണം എന്നുള്ളതും ഇൻഡിക്കേറ്ററിനെ കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒരു ബോധവാന്മാരല്ലാത്തത് കൊണ്ടാണ് കൂടുതൽ വലിയ വാഹനം ഉപയോഗിക്കുന്ന ഒരു അറിവുകൊണ്ട് നമുക്കിതിനകത്ത് മനസ്സിലാകുന്നത്. അധികവും കാണുന്നത് പെട്ടെന്ന് കാറെടുത്ത് പോകുന്ന സമയത്ത് ഒരു കുടുംബക്കാരോ ആരെയും ഒന്ന് കൈമുട്ടി വിളിക്കുമ്പോൾ സഡൻ അവിടെ ചവിട്ടി നിർത്തുന്ന ഒരവസ്ഥ. ഒരു വലിയ വാഹനത്തിനെ സംബന്ധിച്ച് ഒരിക്കലും കാറോ ബൈക്കോ നിർത്തുന്നത് പോലെ വലിയ വാഹനം ഒരിക്കലും ചവിട്ടി നിൽക്കുന്നതല്ല. ഒരു 6 വീല് വാഹനമാണെങ്കിൽ എയറിലോടുന്ന സാധനം, എയറാണ് സംഭവം. ബ്രേക്കൊക്കെ ഒരിക്കലും സഡൻ ഒരു ABS എങ്ങനെ വന്ന പുതിയൊരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ തന്നെ സഡനിൽ ഒരാൾ മുന്നിൽ ഒരു വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഔട്ടിക്കഴിഞ്ഞാൽ അത് നിർത്തിവെക്കാനുള്ളൊരു സംഭവം ഈ വലിയ വാഹനങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം അതത്രയും അതിൻ്റേതായ മാറ്റങ്ങൾ വലിയ വാഹനങ്ങൾക്ക്. ചെറിയ വാഹനം സഡനിൽ നമുക്ക് നിർത്താൻ പറ്റും. അപ്പോൾ ഈ ചെറിയ വാഹനം ഡ്രൈവ് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് അടുപ്പിക്കുമ്പോൾ അതിന് ഇൻഡിക്കേറ്റർ വേണം, റൈറ്റിലോട്ട് കയറും ഇൻഡിക്കേറ്റർ. ഇപ്പോൾ എല്ലാവരും AC-യിലൊക്കെ പോകുന്നൊരു കാലമാണ്. അപ്പോൾ ഈ ബൈക്കുകാരും കാറുകാരൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ഒന്ന് വളരെ ഈ പിറകിൽ വരുന്ന വാഹനങ്ങളെ ശ്രദ്ധിക്കാൻ സൈഡ് മിറർ കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രൈവ് ചെയ്യുമ്പം എല്ലാ സമയത്തും സൈഡ് മിററിലേക്ക് നോക്കണമെന്നില്ല. എന്നാലും ഒരു നല്ലൊരു ഡ്രൈവറാണെങ്കിൽ സൈഡ് മിറർ നോക്കിയിട്ട് ഡ്രൈവ് ചെയ്യും, അത് യഥാർത്ഥ ഡ്രൈവറാണ്. ഇതല്ലാതെ പെട്ടെന്ന് റൈറ്റിലോട്ട് കയറുക, ലെഫ്റ്റിലോട്ട് കയറുക. കാരണം ഞാൻ പറയും, മട്ടന്നൂരെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങളിവിടെ ചർച്ച ചെയ്തത് മട്ടന്നൂരെ സംബന്ധിച്ചാണ്. ഈ മട്ടന്നൂർ എന്ന് പറയുമ്പോൾ തിരക്ക് കൂടിയ സ്ഥലമാകുമ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് അധികാരികൾ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. കൂടുതൽ നമ്മൾ വാഹനത്തിൻ്റെ ഈ ഉപയോഗിക്കുന്നവരെ അവരുടേതായ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് അങ്ങേയറ്റം അപകടം ഉണ്ടാകുന്നത്. അതിനകത്ത് സംശയമൊന്നുമില്ല. കുറേ ആൾക്കാർ മൊബൈൽ, ഇന്നിപ്പം ഈ സോഷ്യൽ മീഡിയ കണ്ട ഒരു കാര്യമാണ്, മൊബൈൽ ഫോൺ ഹെൽമെറ്റിനുള്ളിൽ തിരികൊണ്ട് സംസാരിച്ച് പോകുന്ന അവസ്ഥ. സ്ത്രീകൾ കൂടുതലാണ് മട്ടന്നൂർ മേഖല. കുറേ തൊഴിലായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾ കൂടുതലാണ്. സ്ത്രീകൾ അതേപോലെ പുരുഷന്മാർ ഈ ഫോണിങ്ങനെ ഇതിനകത്ത് വെച്ചും ശ്രദ്ധ തെച്ചും ഈ മൊബൈലിലേക്കാണ് പോകുന്നത്. ഇപ്പം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ മൊബൈലിൽ അതിപ്പോൾ നടക്കില്ല. പക്ഷേ അത് അപകടം വരുന്ന സമയത്ത് അവരങ്ങനെ വന്നതുകൊണ്ട് ഇങ്ങനെ പറ്റി, ഇനി ഇങ്ങനെ നമ്മൾ ചെയ്തത് അങ്ങനെ പറ്റിയെന്ന് പറയുന്ന കാര്യം ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ് അധികം അപകടം സംഭവിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രധാനം. ഇപ്പോൾ വലിയ വാഹനങ്ങൾ പോകുമ്പോഴുള്ള അവസ്ഥയാണ് ഇവർ പറഞ്ഞത്. ചെറിയ വാഹനം പോകുമ്പോൾ എങ്ങനെയാണ് അവസ്ഥ? ചെറിയ വാഹനം പോകുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചും കാര്യമില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേർ വെച്ചാൽ രാത്രി മൊത്തം ഉറക്കമായിട്ട് കടയിൽ ആടി വരുമ്പോൾ അടിച്ചു പൊടിച്ചിട്ട് രാവിലെ അതും കൊണ്ട് പറക്കല വണ്ടി കൊണ്ട് സാധനം വാങ്ങാനില്ല. നമ്മൾ ഇപ്പോൾ ഇന്ന് 3 വണ്ടി അടിച്ച്, ഇന്നലെ 3 വണ്ടി അടിച്ച്. ഈ 3 വണ്ടി അടിച്ച് ഏതാ പ്രൈവറ്റ് വണ്ടിയാണ്. 3 ഉറങ്ങിപ്പോയിട്ട് അടിച്ചതാണ്. ഒന്ന് കരയേറ്റ് അടിച്ച്, ഒന്ന് കനാലിൻ്റെ അടുത്ത് അടിച്ച്, ഒന്ന് മുതലക്കല്ല് അടിച്ച്. 3 ഉറങ്ങിപ്പോയിട്ട് അടിച്ചതാണ്. ടാക്സി വണ്ടിക്കാരെന്ന് വെച്ചാൽ നമ്മൾ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ട്രിപ്പ് ക്യാൻസലൊക്കെ ഉറങ്ങിയിട്ട് സമാധാനം, അല്ലെങ്കിൽ പാർട്ടി ഇറക്കിയിട്ട് ഉറങ്ങിയിട്ടേ വരും. ടാക്സി വണ്ടി 100-ൽ 1 അവിടെത്തിപ്പെടും.
പ്രൈവറ്റ് എങ്ങനെയല്ല ഏടെ തൊട്ടാൽ മതി. ഇപ്പോൾ പെണ്ണുങ്ങന്മാർ സ്കൂട്ടിയും കൊണ്ട് പോകുന്ന വെച്ചാൽ ഒരു 7 മാലിലാണ് പോകുന്നത്. പിന്നെ അത് 19 ബസ്സിൻ്റെ മുമ്പിൽ പോകുന്നത്. ആരെയും പോയത് മേത്തോട്ട് കയറി ഇറങ്ങിയിട്ടില്ല, ഒന്നുമില്ല. നായി മുറിയാൻ പറ്റാണ്, ഒരു നായും അവിടെ മുറിയാൻ പറ്റില്ല. പിന്നെ നായും മുറിയാൻ പറ്റില്ല. പെണ്ണുങ്ങൾ വന്ന് 19 പെട്ടെന്ന് ലീവ് അങ്ങനെ എയർപോർട്ടിൻ്റെ അടുത്ത് ഡെയിലി പോകുന്ന എയർപോർട്ട് മുക്കിൽ പെണ്ണുങ്ങന്മാർ ഇവരെ ഒരു ഏതിനാണ് എടുത്തങ്ങ് വരുത്താം. അപ്പോൾ ഇത് നല്ലോണം എന്താണെന്ന് വെച്ചാൽ MP നല്ലോണം പഠിപ്പിച്ചിട്ട് നല്ല കണ്ടീഷനിൽ വിടുക. അശ്രദ്ധയാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് ഏറ്റവും വലിയ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായ അപകടങ്ങളിൽ പ്രധാനമായും പറഞ്ഞത് നമ്മുടെ ഈ നെടുവോട്ടുംകുന്നിനൊക്കെ ഉണ്ടായ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം വണ്ടി അടിച്ച് ഒരു സ്ത്രീക്ക് പരിക്ക് പറ്റിയ ശേഷം ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, പോലീസ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഉറങ്ങിപ്പോയി എന്നാണ്. അപ്പോൾ വൈകുന്നേരം 5 മണിക്കാണ് അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ 5 മണി സമയത്ത് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഉറക്കൊഴിഞ്ഞിട്ടാണോ എന്താണ് സംഭവിക്കുന്ന കാര്യം അവരാണ് പരിശോധിക്കേണ്ടത്. പക്ഷേ നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് ഇത്തരം അപകടം ഉണ്ടാകുന്നതാണ് പ്രധാന കാര്യം. കഴിഞ്ഞ ദിവസം ഒരു അപകടം ഉണ്ടായി, ഒരാൾ മരണപ്പെട്ടു. അപ്പോൾ അവർ സ്റ്റേഷനിലെത്തിയപ്പോൾ ചോദിക്കുമ്പോൾ പറഞ്ഞു ഒരാളല്ലേ മരിച്ചിട്ടുള്ളൂ എന്നാണ് ആ അടിച്ച ആളുകൾ പറയുന്നത്. അപ്പോൾ അത്രയും നിസ്സാരമായിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം ഡ്രൈവർമാർ കൈകാര്യം ചെയ്യുന്നതിലുള്ള വിമർശനം ഗൗരവമില്ല. മിന്നാന്നത്തെ ഇത് ഒന്നാമത് പ്രൈവറ്റ് വണ്ടി, ഞാനിപ്പോൾ പ്രൈവറ്റ് വണ്ടി പറഞ്ഞില്ല, മുക്കാവാൻ വണ്ടി ഡ്രൈവർമാർ കാര്യമായി ചെക്ക് ചെയ്യണം, ഉദ്യോഗസ്ഥന്മാർ ചെക്ക് ചെയ്യണം. പോസ്റ്റിന് അടിച്ചിട്ട് വേറെ നടന്നു പോകുന്നതാണ് മേത്തോട്ട് വണ്ടിയാണ്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ കാര്യമായി ചെക്കിങ് ഓർമ്മ. ഇപ്പോൾ പരിശോധന രാത്രി നടക്കണം, പകലത്തെ കണ്ടി നടക്കുക രാത്രി. ഇപ്പോൾ പിള്ളന്മാരെല്ലാം എല്ലാത്തിനും അടിമപ്പെട്ടു പോയി. നമ്മൾ നിങ്ങൾ ചോദിക്കുമ്പോൾ നീ പോയിൻ്റെ പണി വെക്കണമെന്ന് പിള്ളന്മാർ വീട്ടിൽ വെച്ച മിന്നാന്ന് ചെക്കനെ 18 ഷുഗറിൽ ചെക്കനെ 18 വയസ്സൊന്നും 17 വയസ്സ് എൻ്റെ ഫാമിലി തന്നെ ഉണ്ട്. അത് പറയാം. ഞാൻ ചോദിച്ചു നീടെ പോകുന്നു ചാവടിക്കാൻ വന്നതാണ്. രാത്രി 1:45 ചാവടിക്കാൻ വന്നതാണ്. ശിവടുത്തുനിന്ന് 1:45 മട്ടന്നൂർ ചാവടിക്കാൻ വന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ ഇതൊക്കെ നമ്മളിന്ന് 17 വയസ്സിൽ ടോണെങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. മക്കളങ്ങനെ നടക്കുന്നതിൽ അതിനകത്ത് ഏറ്റവും തെറ്റ്, അങ്ങേറ്റം തെറ്റി അവരെ വളർത്തുന്ന രക്ഷിതാക്കളാവാൻ തെറ്റാണ്. ഇപ്പോഴത്തെ തലമുറ 12 മണിക്ക് മക്കൾ എന്തിനു റോഡിൽ പോകുന്നു? ഈ 15 വയസ്സും 18, 20 വയസ്സിലുള്ള കുട്ടികൾ എന്തുകൊണ്ട് വീട്ടുകാർക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല ഈ രാത്രി സമയത്ത് പുറത്തേക്ക്? പ്രധാനമായും നമ്മുടെ അശ്രദ്ധയാണ് പ്രധാനമായ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോലീസ് വൃത്തങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിസ്സാരവൽക്കരണമാണ്. കാരണം ഉറങ്ങിപ്പോയി, ഒരു വാഹനം അടിച്ചതിന് ശേഷം ഡ്രൈവർ പറയുകയാണ് ഞാനൊന്ന് ഉറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ അത്രമേൽ നിസ്സാരമായിട്ടാണ് ആ ഡ്രൈവർ ഇതിനെ കാണുന്നതിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ മറ്റു വിഷയങ്ങൾ പറയുന്ന പോലെ ലഹരി ഉപയോഗത്തിനെതിരെ ക്ലാസ് എടുക്കുന്നത് പോലെ, ബോധവൽക്കരിക്കപ്പെടുന്നത് പോലെ ഈ വിഷയവും ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മളിത് നിരന്തരം നമ്മുടെ ആൾ കൂടുന്ന ഒന്നിൽ കൂടുതൽ ആളുകൾ സംസാരിക്കുന്നിടത്തൊക്കെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കാൽനട യാത്രികന് പോലും റോഡിൽ സുരക്ഷിതത്വം ഉണ്ടാകൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സെൻട്രലോട്ടാണ് പോകുന്നത്. അതെന്താന്നുള്ളത് മോട്ടോർ പ്രൈവറ്റ് വണ്ടിക്കാർ ചവിട്ടി കൊടുക്കുന്നറിയില്ല, അവർക്ക് ക്രോസിംഗ് എന്താ വെച്ചാൽ അറിയില്ല. ഇത് എന്താണെന്നറിയില്ല. ഇപ്പോൾ മറ്റൊരു വായനത്തോടെ കുട്ടി ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചവിട്ടി കൊടുക്കുന്നില്ല. നമ്മൾ ഈ ബസ്സും കൊണ്ടും ലോറിയും കൊണ്ടും ബാക്കി ടാക്സി വണ്ടിയും കൊണ്ടും അന്യ സ്ഥലത്തെല്ലാം പോകുന്നുണ്ട്. നമുക്കിത് അറിയാം, ആ നിയമങ്ങൾ അറിയാം. അവിടെ നിയമം തെറ്റിച്ചാൽ അതിന് ശിക്ഷയുണ്ട്. ഇവിടെ അതില്ല. ഇവിടെ ട്രാഫിക് നിയമവും അതിനുകൂടി ബോധവൽക്കരണ ക്ലാസ്സും വേണ്ടത് ഇപ്പോൾ അധികം കണ്ടുവരുന്നത് ടാക്സി മേഖലയ്ക്കുള്ളവരും ഇങ്ങനെയുള്ള ബോധവൽക്കരണ ക്ലാസ്സൊക്കെ കാണും. എനിക്ക് തോന്നുന്നത് ഈ പ്രൈവറ്റ് വാഹനം ഉപയോഗിക്കുന്നവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇതിനെക്കുറിച്ച് അറിവില്ലായ്മ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ഇതുകൊണ്ടാണ് ഈ അപകടങ്ങൾ വർദ്ധിക്കുന്നത്. അവർക്കാണ് ഒരു ബോധവൽക്കരണം കൊടുക്കേണ്ടതെന്നാണ് ഇതിലെപ്പോഴും മനസ്സിലാക്കുന്നത്. ഈ പള്ളിൻ്റെ മുമ്പിൽ ക്രോസിംഗ് ഉണ്ട്. അവിടെ എത്ര പ്രൈവറ്റ് വണ്ടി ആൾ കിടക്കുമ്പോൾ ചവിട്ടി കൊടുക്കുന്നുണ്ട്. ചവിട്ടി കൊടുക്കില്ല. അവരെ എല്ലാവർക്കും ആള് കിടക്കുന്ന മുമ്പിൽ വണ്ടി എത്തണം. ആള് വീണാലും മരിക്കില്ല, മരിച്ചാലും മരിക്കില്ല സ്ഥിതിയാണ്. അതൊക്കെയാണ് സംഭവം. അപ്പോൾ നമ്മൾ ഇത് നിരന്തരം ഇനിയും സംസാരിച്ചു കൊണ്ടേയിരിക്കും. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ടാക്സി ഡ്രൈവർമാർക്ക് മാത്രമല്ല പൊതുവായ സ്വകാര്യ വാഹനങ്ങൾ എടുക്കുന്ന ആളുകൾ കൂടി ഇതിനെക്കുറിച്ച് അവബോധമുണ്ടാവണം. എന്നാൽ മാത്രമാണ് സുരക്ഷിതമായ കാൽനട യാത്ര പോലും സുഖകരമാവുക. അതിനുവേണ്ടിയുള്ള ഇത്തരം ചർച്ചകൾ ഇനിയുള്ള ദിവസങ്ങളിലും ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുമായും പോലീസുകാരുമായൊക്കെ ഈ വിഷയം ചർച്ച ചെയ്ത് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരിടത്ത് കാണാം. ഞങ്ങളോടൊപ്പം സഹകരിച്ച 3 ആളുകൾക്കും ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. വീണ്ടും മറ്റൊരിടത്ത് കാണാം. എല്ലാവർക്കും സ്നേഹം, നന്ദി. PKK എന്റർപ്രൈസസ് ഇനി മുതൽ മട്ടന്നൂർ വായാന്തോടിലും പെയിന്റ്, ഹാർഡ്വെയർ, പ്ലൈവുഡ്, ഗ്ലാസ്, കിച്ചൺ ആക്സസറീസ് എന്നിവയുടെ കണ്ണൂരിലെ ഏറ്റവും വിശാലമായ ഷോറൂം PKK എന്റർപ്രൈസസ് പെയിന്റ്സ്, പ്ലൈവുഡ്, ഗ്ലാസ്, ഹാർഡ്വെയർസ്, വായാന്തോട്, മട്ടന്നൂർ.